ഇത്തിരി ചിലിമ്പിക്ക അച്ചാറിടാനായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ കുറേ പറിച്ചിട്ട് വന്നതാണ്. 5-6 എടുത്തുള്ളൂ. അറിയാവുന്നില്ലായിരുന്നു കൂട്ടാൻ. ഒരുപാട് കൂട്ടിയാൽ വയറിരിക്കുമല്ലോ. ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ടെന്നല്ല തേങ്ങാക്കറി 3-4 എടുത്തിട്ട് നാളെ കറി വയ്ക്കുന്നത്. ചുമ്മാ അടുത്ത വീട്ടിലെ ചിലമ്പിയെ നിൽക്കുന്നത് കണ്ടപ്പം പറിച്ചിട്ട് പോകുന്നു. ഇടാനൊരു തോന്നലാണ്. എണ്ണ ഒഴിക്കുന്നു ഗ്യാസേല. എണ്ണ തെറിച്ച് കിടന്ന് അന്നേരം ഉറുമ്പ് വരുന്നുണ്ട്. ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. കഴുകി അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരുന്നു. നന്നായിട്ട് കഴുകി എടുത്തിട്ട് നിലത്ത് വീണമൊന്നുമില്ല. ഞാൻ അതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് കവറിലേക്ക് ആക്കിയത്. പക്ഷെ എന്നാലും കഴുകി നല്ല എടുക്കണമല്ലോ. കഴുകി നന്നായിട്ട് എടുത്ത് ഞാനിത് എൻ്റെ വെള്ളം നീരിറങ്ങിയിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോയത് പറിച്ചില്ല, എടുത്തുമില്ല. പറിച്ചിട്ട് വന്നതിൽ പോകും. മുളക് പൊടി, കായം, ഉലുവ കുറച്ച് ഒഴിക്കട്ടെ. എന്നാലാട്ടോ ഇത്തിരി കഴിയുമ്പോഴല്ലേ അതിന് നീരിറങ്ങുള്ളൂ. ഈ പുളിയുള്ളതുകൊണ്ട് വിനാഗിരി ഒഴിക്കേണ്ട. അതല്ല, ഒരു സാധനത്തിന് ഞാൻ വിനാഗിരി ഉപയോഗിക്കില്ല. എനിക്കിഷ്ടമല്ല വിനാഗിരി. അതുകൊണ്ട് ഞാൻ ഒന്നിനും വിനാഗിരി ഒഴിക്കാറില്ല. കൂടുതൽ സിമ്മലിട്ടേക്കുവാണേ തീയെ. ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും പുഴുങ്ങി വെച്ചേക്കുവാണോ. ഇതിഷ്ടമല്ല, നന്നായിട്ട് ചാറ് വേണമെന്ന് പറയും. പക്ഷെ ഇത്തിരി കഴിയുമ്പോഴത്തേന് അങ്ങ് ചാറായിക്കോളുമല്ലോ. എനിക്കിത് ഒരുപാട് കൂട്ടാൻ പറ്റത്തില്ല, വയറ് വലിയ. അപ്പോൾ അതാ ഈ പരുവത്തില്ല. അത് കണ്ടായത് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടായിക്കോളും. കാരണം ഒത്തിരി ചൂടായത് വെന്ത് പോകുമല്ലോ. അപ്പോൾ ഗ്യാസ് നിർത്തും. ഇതാ ഉണ്ടോ. പക്ഷേ ഇത് കുറേ കഴിയുമ്പം നന്നായിട്ട് ഇതിൻ്റെ നീരിറങ്ങി. ഞാൻ നേരത്തെ ഉപ്പിട്ട് വെച്ചതും ഇല്ലേ, അപ്പോൾ അതിൻ്റെ നീരും ഇതും എല്ലാം കൂടെ ആകുമ്പം നന്നായിട്ടായിക്കോളും. ഓക്കെ, നീരിറങ്ങിയൊക്കെ കഴിയുമ്പോൾ ബാക്കി നാളെ കാണിക്കാം. അല്ല വൈകുന്നേരത്തിനാകാൻ പറ്റില്ല നാളത്തേക്ക്. ഓക്കെ, ചിലമ്പിക്ക് അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.